ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ ഓഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതാണെങ്കിലോ, അതിനെ കുറിച്ചാണെങ്കിലോ? അത് ഞാൻ പറഞ്ഞിട്ട് സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അയാൾ പറയുന്നത് അയാള് ശരിയാണത്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ ജീവിക്കാൻ അന്നത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമല്ല, ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണ്. ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെ ഈ പണിയെടുക്കുന്നത്. പുള്ളി അത് ചെയ്യണേ. ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം അരിയണിന്റെ ട്രോള് ഞാൻ കുറേ ആയി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു രൂപരേഖ അന്വേഷിച്ച സമയത്ത് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പം ലാസ്റ്റ് വന്ന നമ്മുടെ അഖിലണ്ണാടിയുടെ ഇഷ്യൂ പോലും ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയെ മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു രീതിയിൽ പോലും ഒരു ദയാർജിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം കാണിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് അത്. അദ്ദേഹത്തിന് എത്രത്തോളം ഹേർട്ട് ആയിട്ടുണ്ടാവും, അത് അത്രയും എഫക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നല്ല സുഹൃത്തുക്കളാണ് എന്താ ചെയ്യുക, മാറി നിന്ന് അല്ലെങ്കിൽ അതിനെതിരെ യൂട്യൂബിൽ വന്ന് സംസാരിക്കാതെ അദ്ദേഹത്തിന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് ഫോൺ വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഈ യൂട്യൂബിൽ വന്ന് അത് നാട്ടുകാരോട് പ്രസംഗിക്കുന്ന അത്ര വലിയ അന്തസ്സായിട്ടും അത്ര വലിയ സുഹൃത്ത് ബന്ധമായിട്ടും ഞാൻ കാണുന്നില്ല. ഞാനല്ല, ആരും കാണില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് ഇപ്പം നമ്മുടെ ഇയാൾക്കെതിരെ സീക്രട്ട് ഏജന്റിനെതിരെ സായിക്കെതിരെ വന്നുകൊണ്ടിരിക്കും. അപ്പം സായിക്കെതിരെ വന്നു എന്ന് കരുതിയിട്ട് സായി അത് തിരിച്ചറിയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം ഈ വരുന്നതിനെ ഒക്കെ കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും കണ്ടന്റാക്കി ഇപ്പം ഉണ്ണിമുകുന്ദൻ പറഞ്ഞ പോലെ തന്നെ അരി മേടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പുള്ളിക്കാരൻ എന്നുള്ളതാണ്. അടുത്ത വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി പറയാം. ഈഗിളിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയെ ചൊറിഞ്ഞ പോലെ ഈഗിൾ കുറച്ചുകൂടി മെച്ചറായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഈഗിളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി അത് തൊപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പവറായിരിക്കും. ഇപ്പൊ സായിപ്പിന്റെ അടുത്ത് പോയി ചൊറിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയാൻ വരാതെ വിളിയായിരിക്കും എന്നുണ്ടെങ്കിൽ ഈഗിളിന്റെ റേഞ്ച് അതല്ല. ഈഗിളിന്റെ ഒരു ക്രെഡിബിലിറ്റി, ആ ക്രെഡിബിലിറ്റിന്റെ മുകളിൽ ബിൽഡ് ചെയ്തൊരു യൂണിവേഴ്സ് ഉണ്ട്. അതിൽ കുറെ പെൺകുട്ടികളും റാഞ്ചി അധികം. അപ്പൊ അതൊന്നും അറിയാതെ പോയി ചാടി കൊടുത്തു. സോ വീഡിയോയുടെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ എനിക്കും തോന്നിയിട്ടുള്ളൂ. കാരണം പുള്ളി എന്തോ ഒരു അന്താരാഷ്ട്ര കാര്യം പറയുന്ന പോലെ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന പോലെയാണ് പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർ എന്ത് പറഞ്ഞാലും കാണുന്നവർ എന്ത് ചെയ്താലും പുള്ളിക്ക് അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി ചിന്തിക്കുന്നിടത്തോളം അതും ഒരു കണ്ടന്റ് ആക്കി പുള്ളി അരി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. സായി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറയില്ലേ, ഈ യൂട്യൂബില് ശരിക്കും റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരുവിധം ആൾക്കാർ, അതായത് ഇതിൽ ചെയ്യുന്ന എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുവിധം ആൾക്കാർ കണ്ടന്റിന്റെ ദാരിദ്ര്യം കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, ആരെങ്കിലുമൊക്കെ പോയിട്ട് കൊന്നാലും വേണ്ടിയില്ല, ആരെങ്കിലും തിന്നാലും വേണ്ടിയില്ല, അവരുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ മാനസിക പരിഗണനയൊന്നും കൊടുത്തിട്ട് അതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്. കാരണം അത്രയും മ്ലേച്ഛമായ രീതിയിലും വർത്താനം പറഞ്ഞ് അവരെ അവഹേളിച്ചും അവരെ കളിയാക്കിയും പുച്ഛിച്ചും സ്വന്തം എന്താ പറയാ കഴിവ് കേടുകളെ മറന്ന് മറ്റുള്ളവരുടെ എന്താ പറയാ പറഞ്ഞ കൂടിപ്പോവും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. നല്ല രീതിയിലുള്ള അത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മൾ എന്താ പോയിട്ട് ചളണയ്ക്കൊന്ന് കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. എന്റെ സുഹൃത്താണ്, പക്ഷെ ഞാൻ കാറിൽ കയറിയാൽ സീനാണ്. കല്യാണമായപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തിന് ഇതെപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഭഗവാനെ എന്നുള്ള ഒരു ടെൻഷനിലല്ലേ നിനക്ക് ഷോക്കിംഗ് വന്നത്? അല്ലാതെ നിനക്ക് എന്നാ തൊലിക്കാനാ ഷോക്കിങ്? ഒന്ന് പോയടാ പോ. എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിന്റെ വിഷയം സംസാരിക്കുക ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. I have to do this, but നീ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ എവിടുന്ന് സസ്പെൻഡ് ചെയ്യോ, സ്ഥലം മാറ്റിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? എനിക്കത് ചെയ്യേണ്ടി വരും. എടാ കുറച്ച് ഉളുപ്പ്. നീ നിന്റെ ഫ്രണ്ടാണ്,
ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചതാണ്, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് തൊലിച്ചിരിക്കുന്നു. ഉളുപ്പുണ്ടോ നിനക്ക്? ഏതൊരു മനുഷ്യനും പറയാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം തന്നെയാണ് പുള്ളിയും പറഞ്ഞിട്ടുള്ളത്. അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല അന്തസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്ന ആളാണ്, എനിക്ക് അരി മേടിക്കണം എന്നുള്ള സ്വാർത്ഥ താല്പര്യം പ്രകാരം ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ചൂഴ്ന്നിറങ്ങി അയാളുടെ ഇമോഷനെ വിറ്റ് കാശാക്കി അത് റിയാക്ഷൻ വീഡിയോ ആണ്, ഞാൻ റിയാക്ഷനാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ 1% അല്ലെങ്കിൽ 2-3% ആൾക്കാർ ചെയ്യുന്ന സെയിം സാധനമാണ് സായിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന കണ്ടന്റ്. അതായത് ഒരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മൊത്തമായിട്ട് എന്താ പറയുക, ആൾക്കാരുടെ മുന്നിൽ വലിച്ചു കീറുന്ന രീതിയിൽ ഞാൻ എന്ത് സംസാരിച്ചാലും അവരെന്ത് ചിന്തിച്ചാലും അല്ലെങ്കിൽ അവരെന്തനുഭവിച്ചാലും എനിക്കതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ചില റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഒന്നും കൂടി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചെയ്യരുത്, മോശമാണ്. കാരണം നിങ്ങൾക്ക് ഇത് വരുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലെ കീറി മുറിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് മാത്രമാണ്. ഞാൻ കണ്ടന്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു വിഷയമല്ല എന്നാണെങ്കിലും ഓക്കെ. പക്ഷെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ഡീപ്പസ്റ്റ് സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ ഇത് ചെയ്തത് ശരിയായില്ല, ഞാനിങ്ങനെ ചെയ്തതിന് വരും, നിങ്ങൾക്ക് കിട്ടും. കാരണം ഇന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ സുനിത ദേവദാസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ ഐഡി ഉണ്ട്. പുള്ളിക്കാരി ഇതുപോലെ തന്നെ നമ്മുടെ സായിക്കെതിരെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് ഭയങ്കര അച്ചട്ടാണ്. പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളും കറക്റ്റാണ്, ഒരിക്കൽ പോലും പുള്ളിക്കാരിനെ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ സായി അത് എടുത്ത് റിയാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകളുണ്ട്. നമ്മൾ അതുൽ വ്ളോഗിനെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഒരാളുടെ പുച്ഛിച്ച് ഒരാളെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, സ്വന്തം കുറവുകൾ മറന്നിട്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതുലിനായാലും സായിക്കാണെങ്കിലും ഒക്കെ. കാരണം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരും നിങ്ങളെ ട്രോളാനും നിങ്ങൾക്കെതിരെ സംസാരിക്കാനും തയ്യാറാവുമ്പോൾ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അവർക്കെതിരെ മോശമായ ഒരു അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ മോശമായ ഒരു വീഡിയോ ചെയ്തിട്ടല്ല നിങ്ങളുടെ ക്വാളിറ്റി കാണിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് സായി പറയുന്നുണ്ട്, എന്റെ റെപ്യൂട്ടേഷൻ നിങ്ങളൊന്നും ചെയ്താൽ പോവില്ല. എന്ത് റെപ്യൂട്ടേഷനാണ് തനിക്കുള്ളത്? താൻ തന്റെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് നോക്കിയാൽ മതി തന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നുള്ളത്. ഒരു 100-ൽ 50 പേര് അല്ലെങ്കിൽ 40 പേര് തന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തനിക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ആളാന്നല്ല. മനസ്സിലായോ? ചിലപ്പോൾ ആ കണ്ടന്റിനോട് യോജിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും തന്റെ കണ്ടന്റും തനിക്കുള്ള ഒരു റെപ്യൂട്ടേഷനും തന്നിട്ടായിരിക്കില്ല തന്റെ വീഡിയോസ് കാണുന്നുണ്ടാവുക എന്നുള്ളത് താൻ മനസ്സിലാക്കിയാൽ നന്ന്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യം സോഷ്യൽ അവയർനെസ് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തരുന്നതുമായിട്ടുള്ള വീഡിയോസ് മാക്സിമം റിയാക്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതായത് പൊതുസമൂഹത്തിൽ ത്രട്ടണിങ് ആയിട്ട് വരുന്നത്, ത്രട്ടണിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ബോംബേറും കത്തിവെപ്പും വെടിവെപ്പും എന്നുള്ള കാര്യങ്ങളല്ല കേട്ടോ. അതായത് ഒരു മറ്റുള്ള ഒരു ചില പിഞ്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയാ പ്രായമുള്ളവരായിക്കോട്ടെ പ്രായമില്ലാത്തവരെ അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരൊക്കെ മനസ്സിലേക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും അതുപോലെ കണ്ടന്റ് ഇറക്കുന്ന ആൾക്കാർക്കും എതിരെയാണ് റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. സോ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം എന്തൊക്കെയാ കണ്ടന്റ് ആക്കാൻ ശ്രമിക്കാം. ഞാൻ വീഡിയോയിൽ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിയാണ് ആ ഒരു സുനിത ദേവദാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ഞാൻ ഡൗൺലോഡ് ചെയ്തു വീഡിയോ, പക്ഷെ എനിക്ക് വോയിസ് കിട്ടുന്നില്ല. പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലുള്ള ത്രട്ടണിങ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്കെതിരെ സംസാരിക്കാൻ, വാ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം സായിയുടെ ഈ ഒരു പോക്ക് ഇനിയും തുടരുന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ പോയിക്കോട്ടെ, എത്രത്തോളം പോവും അത്രത്തോളം പോട്ടെ. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.